കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായി ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ ശുശ്രൂഷയെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഞങ്ങളെ നിങ്ങൾ ദയവായി അറിയിക്കണം എന്ന് വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയമാണ് വളരെ ചുരുക്കത്തിൽ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി ധ്യാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് കുറിവാക്യമായി നമ്മൾ വായിച്ച് ഈ വിഷയം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ വാചകമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം കർത്താവ് പഠിപ്പിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയം നമ്മൾ ചിന്തിക്കുന്നത്. സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയും. അങ്ങനെ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നതാണ് ദൈവത്തിൻ്റെ വചനം തരുന്ന വലിയ സന്ദേശം. സർവശക്തനായ ദൈവം ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമായി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പിതാവായി നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവമായി ദൈവത്തിൻ്റെ വചനം ദൈവത്തെ ചിത്രീകരിക്കുന്നു. ആകയാൽ ആ വലിയ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കേൾവിക്കാരായ എല്ലാ ശ്രോതാക്കളെയും വിശേഷാൽ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ചിന്തിച്ചത് പിതാവ് എന്നുള്ള ആ പ്രയോഗം തന്നെ എത്രയധികം പ്രാവശ്യം ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു. അത് ദൈവത്തിൻ്റെ പിതൃത്വത്തെ വളരെ ശക്തിയോടെ ഊന്നൽ കൊടുക്കുവാൻ വേണ്ടി അനേക ആവർത്തി യേശു കർത്താവ് തന്നെ പിതാവ് എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 6-ാം അധ്യായത്തിൻ്റെ തന്നെ ആദ്യത്തെ 18 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 10 തവണയെങ്കിലും നിങ്ങൾക്ക് യേശു കർത്താവ് പിതാവേ എന്ന പ്രയോഗം ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. അബ്ബ എന്നാണ് അന്നത്തെ സംസാര ഭാഷയിൽ പിതാവ് എന്ന ആ വാക്കിന് കർത്താവ് ഉപയോഗിച്ചത്. അത് ഈ കാലഘട്ടത്തിൽ ഡാഡി എന്നോ പപ്പ എന്നോ വിളിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രയോഗമാണ്. ആ കാലഘട്ടത്തിൽ അബ്ബ എന്ന് അവരുടെ സ്വന്തം പിതാക്കന്മാരെ വിളിച്ചിരുന്നത്. എന്നതുപോലെ ഊഷ്മളമായ ഒരു ബന്ധം സർവശക്തനായ ദൈവവുമായി നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയും, അനുഭവിക്കുവാൻ കഴിയും എന്നതാണ് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ 17:6, യോഹന്നാൻ 6:46 എന്നീ വാക്യങ്ങളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത്, പ്രത്യേകിച്ചും ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ പിതാവാം ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരിക്കലും പണ്ടുകാലത്ത്
ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു വിലപ്പെട്ട വെളിപ്പാട് പുത്രനായ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവം അവിടുത്തെ ജീവിതത്തിലൂടെ യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് അങ്ങനെ പിതാവുമായി ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അങ്ങനെ ബന്ധത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രമേ വാസ്തവമായി അനുഭവത്തിൽ നിന്ന് പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പലരെയും അങ്കിളെ ആൻറ്റിയെ എന്ന് ബന്ധമില്ലെങ്കിലും റെസ്പെക്റ്റോടെ വിളിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം മാത്രമേ കാണുകയുള്ളൂ. ധാരാളം ആളുകൾ ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് വ്യക്തിപരമായ ബന്ധം ദൈവവുമായി ഇല്ലാതെ ആണ് അവർ പിതാവേ എന്ന് ദൈവത്തെ സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ ആ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോഴാണ് മക്കളായി നമ്മൾ തീരുന്നത്. ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മൾ ജനിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ദൈവം നമ്മൾ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവം നമ്മെ ജനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മൾ മക്കളായി പിറന്നു വീഴും, മക്കളായി നമ്മൾ ജനിക്കും. അങ്ങനെ മക്കളാണ് അനുഭവത്തിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കേണ്ടത് എന്ന ആശയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ഇന്ന് ആ ചിന്ത തുടരുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചുരുങ്ങിയ ഈ സമയം കൊണ്ട് ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയം പൂർത്തീകരിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഇന്ന് എൻ്റെ ചിന്തയുടെ ആരംഭത്തിൽ കഴിഞ്ഞ ആ ആഴ്ചയിലെ ചിന്ത തുടരുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം ഒരു വ്യക്തിയെ ജനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായിത്തീരുന്നു. ദൈവം ആ വ്യക്തിയുടെ പിതാവായിത്തീരുന്നു. അപ്പോൾ തന്നെ കർത്തൃപ്രാർത്ഥനയിലെ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവെന്ന് മാത്രമല്ല, ഞങ്ങളുടെ. ബഹുവചനത്തിലാണ് പ്രയോഗം. അതിൻ്റെ അർത്ഥം, കർത്താവ് ഇത് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് അർത്ഥമാക്കുന്നത്, പിതാവേ എന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾ ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ പിതാവാം ദൈവം ജനിപ്പിച്ച സകല വ്യക്തിത്വങ്ങളും സഹോദരിമാരും സഹോദരന്മാരായിത്തീരുകയാണ്. ഈ വിഷയം ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. പിതാവാം ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ ദൈവം ജനിപ്പിച്ച വ്യക്തികൾ എൻ്റെ സഹോദരിമാരും സഹോദരന്മാരുമായി തീർന്ന് അങ്ങനെ ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിൻ്റെ ഒരു ചിത്രം കൂടെയാണ് നമ്മൾ ആ വാക്കിൽ കാണുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ ജ്യേഷ്ഠ സഹോദരനായി മാറുകയാണ്. അത് നമുക്ക് റോമാലേഖനം 8:29 അത് കാണുവാൻ കഴിയും. അതുപോലെ എബ്രായ ലേഖനത്തിൽ ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന്
വിളിക്കുവാൻ ലജ്ജിക്കാതെ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായി മാറുകയാണ്. ദൈവവചനം പറയുന്ന ഒരു വലിയ വെളിപ്പാടാണത്. റോമാലേഖനം 8:29 ചേർത്ത് പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാനാണ് നമ്മെ പിതാവാം ദൈവം ജനിപ്പിച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പിതാവേ എന്ന് നമ്മൾ വിളിച്ച് ദൈവവുമായി അങ്ങനെ ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ച് ആ ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ ദൈവം ജനിപ്പിച്ച എല്ലാവരുമായി സ്നേഹബന്ധത്തിലായിരിക്കണമെന്നുള്ള വലിയ സത്യം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് തുടർന്നുള്ള ചിന്തയ്ക്ക് പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഇതൊരു വളരെ വലിയ സബ്ജക്റ്റാണ്. പല എപ്പിസോഡുകൾ നമ്മൾക്ക് വേണ്ടി വരും. എങ്കിലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി ഈ വിഷയം പൂർത്തീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കൾ തുടർന്നും ദൈവവചനം വായിക്കുമ്പോൾ ഈ ഒരു വിഷയ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ആഴമേറിയ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതിന് സംശയം ഇല്ല. ഒന്നാമത്, ഇന്ന് എനിക്ക് ദൈവത്തിൻ്റെ പിതൃത്വത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ളത് ദൈവം സ്നേഹമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 4:9-10 വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 10 വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ പിതാവാം ദൈവം പ്രദർശിപ്പിക്കുന്നത് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആ യാഗ മരണത്തിലൂടെയാണ്. പാപികളായിരുന്ന മാനവജാതിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരമായി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ യാഗമാക്കി തീർക്കുവാൻ പിതാവാം ദൈവം തയ്യാറായി. അത് പിതാവാം ദൈവത്തിന് പാപിയായ മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇതോട് ചേർന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ആദ്യം ചൊവ്വായതല്ല, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു പോയതല്ല, നാം ദൈവത്തെ ആദ്യം സ്നേഹിച്ചതല്ല. ദൈവം സ്നേഹിക്കുവാൻ ഇനീഷ്യേറ്റ് ചെയ്തു. അതിനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത്. ദൈവം സ്നേഹമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശുവിനെ നാം ശ്രദ്ധിക്ക്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് മുടിയനായ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സഹോദരൻ്റെ ഉപമ യേശു പഠിപ്പിക്കുന്നത്. അത് വാസ്തവത്തിൽ പിന്മാറ്റക്കാരനായ ഒരാളിൻ്റെ ഒരു ചിത്രമായി നമുക്കത് ചിന്തിക്കുവാൻ കഴിയും. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയ പൈതൽ അപ്പനോട് തനിക്കുള്ള ഓഹരി ചോദിച്ച് വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അവിടെ തനിക്കുണ്ടായിരുന്ന ആ മുതലെല്ലാം അവൻ ധൂർത്തടിച്ച് അതെല്ലാം കളഞ്ഞു എന്ന ആ ഒരു ഉപമ യേശു പഠിപ്പിക്കുമ്പോൾ, ഈ ധൂർത്തപുത്രൻ നേരത്തെ പിതാവിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ പിതാവിൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടാതെ, പിതാവിൻ്റെ കൺട്രോള് ഇഷ്ടപ്പെടാതെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു പുത്രനാണ്
ഈ ധൂർത്തപുത്രൻ. ദൈവിക വിശ്വാസത്തിലേക്ക് വന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച ശേഷം ലോകം വശീകരിച്ച് പിശാചിനാൽ വശീകരിക്കപ്പെട്ട് പിന്മാറ്റ അവസ്ഥയിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട്. ആ ആളുകളെയാണ് ഈ ധൂർത്തപുത്രന്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ വേദഭാഗം വായിക്കുമ്പോൾ ഈ ധൂർത്തപുത്രൻ അവനുള്ളതെല്ലാം ചിലവഴിച്ച ശേഷം ദേശത്ത് വലിയ ക്ഷാമം വന്നപ്പോൾ പന്നികളെ തീറ്റുന്ന ഒരു ജോലി അവന് ലഭിച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ടെങ്കിലും തൻ്റെ വിശപ്പടക്കണമെന്നുള്ള ആഗ്രഹം അവനിൽ വന്നു. അത്ര കഠിനമായ ക്ഷാമം അവിടെ ഉണ്ടായി. അങ്ങനെ അവൻ ഒരു ദിവസം പന്നിക്കൂട്ടിലിരുന്ന് ഈ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ സുബോധമുണ്ടായപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരത്തിലുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് വായിക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ലൂക്കോസ് 15:17 വാക്യം മുതൽ. അപ്പോൾ സുബോധം വന്നിട്ടവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകൻ എന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. അവനൊരു മാനസാന്തരമുണ്ടായി. അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ പിതൃസ്നേഹമാണ്. ഇങ്ങനെ ഈ ധൂർത്തപുത്രൻ മടങ്ങി ഭവനത്തിലേക്ക് വരുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുവാനായി യേശു കർത്താവ് പറയുന്ന ഈ ഉപമയിലെ പിതാവിൻ്റെ റിയാക്ഷൻ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് 20 വാക്യത്തിൻ്റെ 2 ഭാഗം പറയുന്നത്. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. ആ ഒരു വേദഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണ് തുറക്കട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പിന്മാറ്റക്കാരായ ആളുകളുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് പകൽ നിങ്ങളെ മടക്കി ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. എന്നാണ് ഇവൻ മടങ്ങി വരുന്നത് എന്ന് അപ്പൻ എങ്ങനെ അറിഞ്ഞു? അറിയാൻ യാതൊരു സാധ്യതയുമില്ല. ആ വാചകം വളരെ വ്യക്തമായി നമ്മെ സൂചിപ്പിക്കുന്നത് മകൻ ഭവനത്തിൽ നിന്ന് മത്സരിച്ച് പോയ ദിവസം മുതൽ സ്നേഹമുള്ള മനസ്സലിയുള്ള അപ്പൻ എൻ്റെ മകൻ ഇന്ന് മടങ്ങി വരും എന്ന് ചിന്തിച്ച് അപ്പൻ മകൻ്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഒരു പൈതലിനെ തിരിച്ച് ഒരു മകനായി മകളായി കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന പിതൃസ്നേഹത്തെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് ഒരു സ്റ്റെപ്പ് അപ്പൻ്റെ ഭവനത്തിലേക്ക് എടുക്കുമ്പോൾ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് എത്ര സ്റ്റെപ്പുകളാണ് ആ മകൻ്റെ അരികിൽ ചെല്ലുവാൻ അപ്പൻ എടുക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ദൈവവചനം പരിശോധിച്ചാൽ ദൈവത്തെ കാണിക്കുവാനായി പറഞ്ഞ ഈ ഉപമയിൽ പിതാവ് ഓടുന്നതായി കാണുക. ദൈവത്തെ ഓടുന്നതായി ചിത്രീകരിക്കുന്ന ഒരു പ്രത്യേക ഉപമയായി നമുക്കിത് മനസ്സിലാക്കാം. ആ സ്നേഹത്തെ കാണിക്കുവാനായി യേശു കർത്താവ് ആ പിതൃസ്നേഹത്തെ വിശേഷിപ്പിക്കുകയാണ്. ആ അപ്പൻ ഓടിച്ചെന്നിട്ട് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. ഒരു കാര്യവും തിരിച്ച് ചോദിക്കുന്നില്ല. എൻ്റെ മുതലെല്ലാം എന്തി, എങ്ങനെയൊക്കെയാണ് നീ അത് കളഞ്ഞത്? ഇങ്ങനെയുള്ള കാര്യങ്ങളോ ശിക്ഷയുടെ കാര്യങ്ങളോ ഇതൊന്നുമല്ല പറയുന്നത്. അവനെ കെട്ടിപ്പിടിക്കുന്ന, അവനെ ചുംബിക്കുന്ന ഒരു പിതൃസ്നേഹത്തെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്.
ആ മകൻ 21 വാക്യം മുതൽ മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതൊക്കെ മകൻ അനുതാപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ 22 വാക്യത്തിൽ അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവീൻ, ഇവന്റെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പും ഇടുവീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ, നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. വേദപുസ്തകം പറയുന്നത് സ്വർഗത്തിൽ വലിയ ആനന്ദം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിൽ അയച്ചത്. ഇവിടെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ശേഷം ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോയി മാനസാന്തരം വന്ന് മടങ്ങി വരുമ്പോൾ ആ വ്യക്തിയെ കാത്തിരിക്കുന്ന പിതൃസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അപാരമാണ്, വലുതാണ്. അത് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. മറ്റൊരു വിഷയം, ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കരുതുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ദൈവകൃപയിലേക്ക് വന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം വിചാരപ്പെടുന്നു. അതുകൊണ്ട് മക്കളോട് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടണ്ട. ഉണ്മാനുള്ളത്, കുടിക്കാനുള്ളത്, ധരിക്കാനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. മക്കളുടെ ജോലി മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എത്ര വലിയൊരു പിതാവാണ് സർവശക്തനായ ദൈവം. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയമാണ്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. കാശിന് 2 കുരികിൽ വിൽക്കുന്നുവല്ലോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുവിലേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഭയപ്പെടാതെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് ആഹ്വാനം തരികയാണ്. കരുതുന്ന ഒരു പിതാവിനെയും സംരക്ഷിക്കുന്ന ഒരു പിതാവിനെയും, ഒരു മുടി നിലത്ത് വീണാൽ അതറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ വചനം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ 10:27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും പിതാവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് യേശു പഠിപ്പിച്ചു. ഇതോട് ചേർന്ന് എബ്രായ ലേഖനം 12:6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതൃസ്നേഹത്തിനകത്ത് ശിക്ഷയുമുണ്ട് എന്നുള്ള സത്യമാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി
ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. അക്ഷരികമായി നമ്മുടെ അപ്പന്മാർ, പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ബോധിച്ചതുപോലെയാണ്. പക്ഷേ സർവശക്തനായ ദൈവം മക്കളെ ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പാർട്ടേക്കേഴ്സ് ആകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ശിക്ഷയുമാണ്. ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിലെ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ദൈവവചനം പറയുന്ന ഒരു വലിയ സത്യം: നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നു. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അത്രത്തോളം ദൈവം ജനിപ്പിച്ച ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന വലിയ സത്യമാണ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തു ഇവിടെ പ്രാർത്ഥിച്ചത്. എത്രയോ വലിയ കാര്യമാണ്. ഈ പിതൃസ്നേഹം തിരിച്ചറിയുവാനും വാസ്തവമായി പിതാവിൻ്റെ ഭവനത്തിൽ ജനിച്ച് മകൻ മകളായി തീരുവാൻ യേശുക്രിസ്തുവിലൂടെ ആ വലിയ അനുഭവം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.